അപ്പം നമ്മൾ ഇന്ന് ഒരു സെഗ്മെന്റ് ആയിട്ട് ഞാൻ മമ്മിയോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, മമ്മിക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ട്രാവലിംഗ് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ലെഷർ ട്രിപ്പ് പോകുന്ന പോലെ അല്ല ഒരു പർച്ചേസിങ്ങിന് പോകുന്നത്. മമ്മിക്കും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം മമ്മി ചിലപ്പോൾ എന്നോട് ഇങ്ങനെ പോകുമ്പോൾ പറയാറുണ്ട്, ഈശ്വര കുറച്ച് നാൾ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിട്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മമ്മി ഓർക്കുന്നുണ്ടാവും നമ്മൾ വാരണാസി ട്രിപ്പ് പോയത്. അപ്പൊ കുറെ പേർക്ക് അറിയില്ല, എല്ലാവരും വിചാരിക്കുന്ന എല്ലാ സ്ഥലത്തോട്ടും വണ്ടി ചെല്ലും, നമുക്ക് കാറിലൊക്കെ ചെന്നിറങ്ങാം, എല്ലായിടത്തും ഫ്ലൈറ്റിന് പോവാം. അപ്പൊ മമ്മിക്ക് ഓർമ്മയുണ്ട് ഒരു സൈക്കിൾ റിക്ഷ. ശരിക്കും ഞാനും മമ്മി നമ്മൾ രണ്ടുപേരും കയറിയിരുന്നപ്പോ, അതായത് ഒരാൾ ഓടിച്ചുകൊണ്ട് പോകുന്നു, അതിന്റെ പിറകില് വേണം. അപ്പൊ മമ്മിക്ക് ഇതൊക്കെ കാണുമ്പോൾ മമ്മി ശരിക്കും ഇനി ഒരുപാട് ഇങ്ങനെയുള്ളത് ട്രാവൽ ചെയ്യണം, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം എന്നാണോ? എന്താണ് മമ്മിയുടെ ഒരു അതങ്ങനെ? എനിക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് പോയപ്പോ. എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പുകൾ, ഇങ്ങനെ ഇതുപോലെയുള്ള ബിസിനസ് ട്രിപ്പുകൾ പോണതൊക്കെ. അപ്പോൾ ശരിക്കും അത് എൻജോയ് ചെയ്തു. അന്നത്തെ ഇപ്പോഴും അത് മറക്കാൻ പറ്റില്ല. റിക്ഷയിൽ പോയത് നമുക്ക് വിഷമം തോന്നിക്കും, മനുഷ്യരാണ് റിക്ഷ ഭരിക്കുന്നത്, നമ്മളിതുവരെ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. പിന്നെ കയറിയപ്പോഴൊക്കെ പേടിച്ചാണ് കയറിയത്. അന്ന് നമ്മൾ ആദ്യമായിട്ട് വാരണാസി പോയപ്പോൾ എല്ലാം ഓർമ്മയുണ്ട്, നല്ല തണുപ്പായിരുന്നു. ഡിസംബറിലാണ് നമ്മൾ പോയത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ക്ലൈമറ്റും പല സമയത്തും പലതായിരിക്കും. പക്ഷെ നമ്മള് എന്തോ ഇതൊക്കെ കൊണ്ടുപോയിരുന്നത്, നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അങ്ങനെയാണ് പോയത്. കോട്ടൊക്കെ കൊണ്ടുപോയിരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ പേടിച്ചിട്ടൊക്കെ കയറിയത്. അതിൽ ആദ്യമായിട്ട് കയറിയപ്പോ ഇങ്ങനെ ഭയങ്കര തിരക്കിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിരുന്നത്. പിന്നെ നമ്മൾ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വാരണാസി, ബനാറസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഡെവലപ്ഡ് അങ്ങനെയൊക്കെയുള്ള പട്ടും അങ്ങനെയൊക്കെ വരുന്നല്ലേ. പക്ഷെ മമ്മിക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഷോക്ക്. എനിക്കത് ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം ഇത്രയും വലിയ വില പിടിപ്പുള്ള ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നെയ്യണത് ആൾക്കാരാണ്. അവരുടെ ആ സ്റ്റേറ്റ് വെരി ഫേമസ് ഫോർ എന്താ പറയുക, ഉത്തർപ്രദേശ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരുടെ ഡെവലപ്മെന്റ് തീരെ ഭയങ്കര സ്ലോലിയാണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടമാണ്. കാരണം ഇത്ര വലിയ എല്ലാരും ഇപ്പോഴും ആ വർക്കുകളിൽ മുഴുകിയിരിക്കുന്നതാണ്, എഡ്യൂക്കേഷൻ വൈസ് ഒക്കെ, പിന്നെ ഫെസിലിറ്റി വൈസ് ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ തീർത്ഥാടനം അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പം നമ്മുടെ ഒരു ബിസിനസ് ട്രാവല്, അതല്ലെങ്കിൽ ഇങ്ങനെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് എനിക്കും ഇഷ്ടമാണ്, മമ്മിക്കും ഇഷ്ടമാണ്. ചില സമയത്ത് ചില സ്ഥലങ്ങളിലോട്ട് ഞാൻ തന്നെ പോകുമ്പോൾ പപ്പയും മമ്മിയും പോകാറുണ്ട്. ശരിക്കും നിങ്ങളൊരു റീസ്റ്റാർട്ട് പോലെയാണ് അല്ലേ, ഒരു റിട്ടയർമെന്റ് ലൈഫിൽ നിന്നുള്ള റീസ്റ്റാർട്ടാണ്. ശരിക്കും നമ്മളെ ബിസിനസ് ട്രിപ്പ് ആണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കൂടെ പപ്പയും മമ്മിയും കൂടി വരുമ്പോ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം നിങ്ങളും കൂടി ഉള്ള കാരണം കൊണ്ട് നമുക്കൊരു ഒരു സേഫ്റ്റി ഒരു സോണാണ് നിങ്ങളുടെ കൂടെ പോരുമ്പോ. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യണം. അങ്ങനെയാണ് അങ്ങനെ പോകുമ്പോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, മമ്മിക്ക് ഇത്രയും മെറ്റീരിയൽസ് മമ്മി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫാക്ടറീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മമ്മിയോട് ഞാൻ ചോദിക്കുവാണ്, മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഒരെണ്ണേ പറയാൻ പറ്റുള്ളൂ, എന്തുകൊണ്ട്?